പടവലത്തിന്റെ തൈ നേഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടേ ഇവിടെ ഗ്രോ ബാഗിൽ പോട്ടിങ് മിക്സ് ഒക്കെ നിറച്ചിട്ട് കുഴിച്ചിട്ട് നല്ല ഉഷാറിൽ പടർന്ന് കയറിയിട്ടാ. ഒരെല്ല പോലും ചീത്തയിപ്പ് കേടുവരെ കൊഴിഞ്ഞു ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്കി ഈ പടവലത്തിന്റെ ഒരു അവസ്ഥ നോക്കിയേ കണ്ട, എല്ലാം ഈ ഒരു പുഴു തിന്നിട്ടേ കയറുമാരിയാക്കിച്ചിരിക്കുന്നു കണ്ട. അല്ലാതെ അതെ നല്ല ഉഷാറിൽ നിറച്ചല്ലായിട്ട് നിന്നിരുന്നതാ. എപ്പൊ ഞാൻ ഈ പടവലത്തിന്റെ തൈ കുഴിച്ചിട്ട് ഉഷാറായി വളർന്നു വന്ന അപ്പുണ്ടാവും ഞാൻ ഇതേപോലെ. എന്നാലും വീണ്ടും കുഴിച്ചിട്ട് ഇഷ്ടം കൊണ്ട് കണ്ടില്ലേ ഇതുപോലെ കണ്ട് പടവലങ്ങ ഉണ്ടായി വരുമ്പോഴാണ് ഈ ഇല മുഴുവൻ തിന്നാൻ കണ്ട. ഈ പടവലങ്ങ നല്ല വണ്ണം നീളം വയ്ക്കുന്ന പടവലങ്ങ കേട്ടാ. അപ്പൊ ഇത്ര നീളമായിട്ടുള്ളൂ. ഒരു 4 നല്ല അത്യാവശ്യം വലുപ്പത്തിൽ കിട്ടിയിട്ട് മറ്റുള്ള കാര്യം ദൂരമായിട്ടൊക്കെ നിൽക്കാട്ടെ. വളമൊക്കെ ചെയ്ത് കൊടുത്തു അതറിയില്ല. ഇതൊരു ചെറുത് കണ്ട. അപ്പുറത്ത് കയ്പ്പൊന്നും തിന്നിട്ടില്ല. കയ്പ്പേര അല്ലെങ്കിൽ ഒരു പൊട്ട മണം ഉണ്ടല്ലോ, കയ്പിന്റെ ഒരു മണം. അപ്പൊ അത് തൊട്ടിട്ടില്ല കേട്ടോ. ഈ പടവലത്തിന്റെ അല്ല പുഴുവിന് ഭയങ്കര ഇഷ്ടം. ഉള്ളിലേ അടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കൊട പോലെ ചുരുട്ടിയുടെ ഉള്ളിൽ ഇരിക്കും. അപ്പൊ രാത്രി അവ ഇറങ്ങി തിന്നണതൊക്കെ പകല് കാണുന്നില്ല. അങ്ങനെ കുറെ അല്ലൊക്കെ നുള്ളി കളഞ്ഞിട്ട് പുഴു ചവിട്ടി കൊന്നു കളഞ്ഞു. അങ്ങനെയാണ്. പിന്നെ കയ്പ്പയ്ക്കത് 4 കയ്പ്പയ്ക്ക് ഉണ്ടായി. 2 കയ്പ്പയ്ക്ക് ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ടായി. ഇപ്പൊ പിന്നെ കണ്ട 2 കൂടി ഉണ്ടായിട്ടുണ്ട്. നല്ല നീളമുള്ള കയ്പ്പയ്ക്ക, നല്ല തരം കയ്പ്പയ്ക്കട്ട. ചെറുത്ത് ആദ്യം വല്ലാണ്ട് കയ്പൊന്നുമില്ല, നല്ല തന്നെ കയ്പ്പയ്ക്ക. ഇങ്ങനെ അവസ്ഥ. എപ്പോൾ ഞാൻ പടവലങ്ങ തൈ വെച്ചാൽ അങ്ങനെ തന്നെ പടർന്ന് ഉഷാറായി വരുമ്പോൾ ഈ പുഴുന്ന് പറഞ്ഞാലേ തലയും വാലും ഇങ്ങനെ അല്ലേ മുട്ടിയിട്ട് ഇങ്ങനെ നിൽക്കും. കുതിരപ്പുഴു പച്ച കളറില് ഭയങ്കര കഷ്ടമാണ്. ഉണ്ടാവും. വന്നാലും വയ്ക്കും പടവലം, വന്നാലും പിന്നെ തൈ ഉണ്ടാവും. ഏറ്റവും ഇഷ്ടം അങ്ങനെ ഇത് കണ്ട കാര്യം കൂടെയൊക്കെ ആയി വരുന്നു. പടവലൻ്റെ ഒന്നും വളർച്ചയൊന്നുമില്ല. നഴ്സറിന്നേ 3 കോളിഫ്ലവറിന് തൈ മേടിച്ചിട്ടുണ്ടായിരുന്നു. 1 കേടായിപ്പോയി. 2 ഉഷാറായി വന്നിട്ടുണ്ട്. നല്ല ഉഷാറായി 2 അപ്പുറത്ത് പിന്നെ വഴുതനീന്. കുക്കമ്പറിന്റെ 4 തൈ മേടിച്ചോളൂ കേട്ടോ. അത്രയൊക്കെ മതി നമ്മള് ചെറിയൊരു കുടുംബത്തിൽ കഴിക്കാനായിട്ടേ. അപ്പോൾ അത് എത്ര ചെറുതിലെ തന്നെ കായം പിടിച്ചു തുടങ്ങിയത്. ഇവിടെ കായ ഉണ്ടായി തുടങ്ങി. ചെറിയ തയ്യല്ലേ കായ മുട്ടിലുണ്ടായി തുടങ്ങി. ഇതേ കായ ഇവിടെ പിന്നെ ഇനി ഇത് ഇവിടെയൊക്കെ കായ ഉണ്ടാവണം കായ കേട്ടാ. 4 തൈയും പിടിച്ചു കിട്ടി. അവിടെ ഉണ്ട് പുതിയ 2 തക്കാളി തൈ കേട്ടാ. അത് പെട്ടെന്ന് വളർന്നു. കായ ഉണ്ടായി തുടങ്ങിയിട്ടില്ല. പൂവിട്ടിട്ടുണ്ട്. പഴയതൊക്കെ അതായത് കേടായി തുടങ്ങിയിട്ട് അതൊക്കെ പറിച്ച് കളഞ്ഞിട്ട് വീണ്ടും പുതിയൊരു കൃഷി തുടങ്ങാം. നമുക്ക് വീണ്ടും വഴുതനങ്ങ തക്കാളി അത് മുളകൊക്കെ നടാം. സനിച്ചത് അധികമൊന്നുമില്ല. ഈ കുമ്പളം തനിയെ ഇവിടെ കുരി പച്ചക്കറി കുരി വീണ് മുളച്ചതാട്ടാ. പച്ചക്കറി വേസ്റ്റ് കൊണ്ടുവന്നില്ല കുമ്പളങ്ങേരൊക്കെ അങ്ങനെ മുളച്ചതാ. ഉണ്ടാവും നോക്കാല. പോകണമില്ല പിടിക്കാൻ. കൊത്തമര തൈ ഇതാ വലുതായി വരുന്നുള്ള. ഇവിടെ ഉണ്ട് കൊത്തമര തൈ ഇട്ടത്. പിന്നെ അപ്പുറത്ത് 2 നിൽക്കുന്നുണ്ട്. ഇവിടെ തക്കാളി തൈ പുതിയ തൈക്കളാട്ടാ. ഇത് വെണ്ടയുണ്ട്. ഇതൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടാ. നീളം മണ്ണല്ലെങ്കിലും കണ്ട മൂത്തിട്ടുണ്ട്. പൊട്ടിച്ചെടുക്കട്ടെ. നല്ല നീളം മണ്ണ് വയ്ക്കുന്ന കണ്ട പൊട്ടിച്ചെടുക്കാം. അവരതൊക്കെ പതിക്കൂടെ ആൾക്കാർക്ക് ഇങ്ങനെ പിടിക്കും. മദ്യത്തിൽ പിടിക്കും. ഇത്തിരി പിടി നീട്ടിപ്പിടിക്കാൻ ഭയങ്കര കുറുമ്പാനാട്ടാ. ഇതെങ്ങനെ പിടിക്കും? ശരിക്കും പിടിക്കും. ഇത് പൊട്ടിക്കണ അതും വലുതായിട്ടില്ലേ കണ്ട. അത്ര കണ്ട. ഇത് നോക്കിയ പച്ചടപ്പം മൂത്തിട്ടുണ്ട്. വളർച്ചില്ലാന്ന് ചെറുതും വലുതായിട്ട് 4 കിട്ടിയിട്ടുണ്ട്. ഇതോ പുളഞ്ഞൊരു പടവലങ്ങ കാണിക്കാം. അമ്മയ്ക്ക് കാണിച്ചെടുക്ക്. പിന്നെ കയ്പയ്ക്ക പൊട്ടിച്ചെടുക്കാം അല്ലേ? Kaya. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156
ഇത് പൊട്ടിച്ചെടുക്കാം. ഇതില്ല ഒരെണ്ണം കിട്ടി. അതിലേക്ക് ഇവിടെ പോകാൻ വലിയ കളക്ഷൻ ഉണ്ട്. അധികമൊന്നുമില്ല. 7-8 ചട്ടിയിൽ അതില് 7 ചട്ടിയിലും പൂവുണ്ട്. ഒരെണ്ണം പൂവിട്ടിട്ടില്ല. തൈ കൊണ്ടെന്താ ഒരിക്കലും എല്ലാം കാണാണ്ട് പൂവിടുന്നു. നിറച്ച് പൂക്കൾ താഴെ വീഴും. നീ തട്ടിട്ടാ വീഴും. ഇതിന് വെള്ളമില്ല. ഇതിന് വെള്ളം ഒഴിക്കണ്ടെന്ന് പറഞ്ഞാല് കറച്ചിലിരിക്കുന്ന വെള്ളം ഒഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ പൂവെല്ലാം വാടി കൊഴിഞ്ഞു പോവും. ഒരു ദിവസം എല്ലാ ദിവസം വെള്ളം ഒഴിക്കണം. കണ്ടാ പൂവൊക്കെ വാടിയത് കണ്ട വെള്ളം കേട്ടോണ്ട്. അതാണ് ഇനി അപ്പുറത്തെ കുറച്ചും കൂടെ ഒഴിക്കി. ഉണങ്ങിയിരിക്കണ കുറച്ചും കൂടി ഇതിന് മാറ്റി നിൽക്കണണ്ട. രാവിലെ നനച്ചില്ലതാണ്. ഇതേ നല്ലോണം നീളത്തിൽ പൊരിക്കുന്ന പൂവ് ഡബിൾ കളറാണ്. കണ്ട ഇത് വൈറ്റ് ആണ്. ഇത് തുമ്പത്തിട്ട് പിങ്ക് കളർ ഉണ്ട് കേട്ടാ പൂവിന്റെ തുമ്പ ഭാഗത്ത്. അപ്പൊ ഇതിന്മേൽ പൂവ് ഇടണില്ല. ഇത് നീളം കൂടുതലായിട്ട് ഞാനിത് നല്ലോണം ഇറക്കം കുറക്കും വെട്ടിക്കൊടുത്തു. താത്തി വെട്ടിക്കൊടുത്തു മരത്തിൽ വെച്ചിട്ട്.